തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിന് വലിയ ആവേശമാണ്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഈ അഴിമതിയുടെയും കൊള്ളയുടെയും അക്രമത്തിന്റെയും ഒക്കെ പ്രതീകമായി നിൽക്കുന്ന CPM-ന്റെ ഭരണം മാറുന്നു എന്നുള്ളതിന്റെ വലിയ ആവേശം പൊതുജനത്തിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന 2026 നടക്കുന്ന നമ്മുടെ അടുത്ത 2 മാസത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും. അപ്പോ അതിലേക്കുള്ള ഒരു പടി കൂടി നമ്മൾ കടന്നിരിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാം ആദരണീയനായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ ഇന്നത്തെ ഈ മഹാപഞ്ചായത്തിൽ വന്നത് വലിയ ഉണർവും ഉത്സാഹവും ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവസാനത്തെ CPM-ന്റെ ഭരണമായിട്ട് പിണറായി വിജയന്റെ ഭരണം മാറും. ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും. അടുത്ത മെയ് മാസത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയായിരിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉറപ്പായിട്ടും മഹാപഞ്ചായത്ത് മാറിയെന്ന് മാത്രമല്ല പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ബൈ ഇലക്ഷൻസിലായാലും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ വിജയം അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ നയങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം. അവർക്ക് വേറെ രാഷ്ട്രീയം പറയാനില്ലാത്ത ആളുകൾ കള്ളത്തരം പറഞ്ഞു നോക്കും. ആ കള്ളത്തരത്തിനൊക്കെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. നിയമപരമായിട്ട് ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു. ഇത്രയധികം ജനപ്രതിനിധി കേരളത്തിന്റെ കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു മുന്നേറ്റമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്. നിശ്ചയമായും UDF ഇവിടുത്തെ പ്രചരണം തുടങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തന്നെയാണ്. അത് വിജയത്തിലേക്കുള്ള ഇതാണ് വിജയ ഉത്സവം. കഴിഞ്ഞ വിജയം മാത്രമല്ല, വരാൻ പോകുന്ന വിജയത്തിന്റെ ഒരു ഉത്സവമാണ്. അപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ആവേശം. രാഹുൽ ഗാന്ധി എല്ലാം ഞങ്ങളുടെ നേതാക്കൻ അല്ലേ, ഞങ്ങളുടെ എല്ലാം അദ്ദേഹമല്ലേ. അദ്ദേഹം വരുന്നതോടെ ആവേശം ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ്. യാതൊരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇതിന്റെ എന്താ പറയാ പാല് കാഴ്ചലിന് വേണ്ടി വന്നിരിക്കുക. തന്നെ ഈ നേതാക്കന്മാരുടെ സംസാരിച്ചത് വർഗീയതയ്ക്കെതിരെയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള പോരാട്ടം കൂടി വിളംബരം കൂടിയാണ്. ഏത് വർഗീയത നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കേരളത്തില് രാജ്യത്ത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്നും തുടരും. മഹാപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച വിജയികളായവരും ആ വിജയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മറ്റ് പ്രവർത്തകരെയും എല്ലാവരെയും ആദരിക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. പേര് പോലെ തന്നെ മഹാപഞ്ചായത്തോട് മറൈൻ ഡ്രൈവിൽ ഒരു മഹാപ്രളയം പോലെയാണ് ആളുകൾ വന്ന് കൂടുന്ന ഒരു കാഴ്ച ഉണ്ടായത്. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകരും നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ചു വരുന്നു. 2026 ഒരു പുതിയ യുഗത്തിലേക്കുള്ള ഒരു പ്രയാണം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ എല്ലാം തുടക്കമാണ് ഇവിടെ മഹാപഞ്ചായത്തിലൂടെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വലിയ മാറ്റം ഉണ്ടാകും, ഭരണമാറ്റം സംസ്ഥാനത്തുണ്ടാകും. രാഹുൽ ഗാന്ധി കേരളത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ സഹപ്രവർത്തകരൊക്കെ ഒരു ആവേശങ്ങളെല്ലാം കണ്ടതാണ്. അതായത് രാജ്യത്ത് തന്നെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ആളുകളെയും സംബന്ധിച്ചും ആകെ ഏറ്റവും പ്രതീക്ഷയും അവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധവും രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ തെളിച്ചമാണ്. അദ്ദേഹം ഈ രാജ്യത്തിനകത്ത് വർഗീയതയ്ക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളോ വിജയങ്ങളോ അല്ല, മറിച്ച് നിലപാടുകളാണ് രാഷ്ട്രീയത്തിൽ നയിക്കേണ്ടതെന്ന ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും ശരി വർഗീയതയുമായി സന്ധിയില്ല എന്ന പോരാട്ടത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു. കേരളവും അതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അടുത്ത കുറെ ദിവസങ്ങളായിട്ട് നോക്കുമ്പോൾ CPM പതിവില്ലാത്ത വർഗീയത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാകണം വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സംസാരിച്ച നേതാക്കളൊക്കെ തന്നെ ആ വർഗീയതയ്ക്കെതിരായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കൂടി ഒരു വേദിയായിട്ട് മാറി. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു ജനാധിപത്യ മനസ്സ് അത് എല്ലാ കാലഘട്ടത്തിലും വർഗീയമായ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ സമീപനം എടുത്തിട്ടുള്ള ഒരു നാടാണ്. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാരും ആ സർക്കാരിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അവരെല്ലാം ഇന്ന് കേരളത്തെ സാമൂഹ്യമായി വിഭജിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിന്റെ മതേതര മനസ്സ് ഭിന്നിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഗീയമായ പരാമർശങ്ങൾക്കെതിരെ വർഗീയമായ പ്രചരണങ്ങൾക്കെതിരെ അതിശക്തമായ
ഒരു പ്രതിരോധം കേരളത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് തീർക്കും. ഒരു കാരണവശാലും ഈ സംസ്ഥാനത്തിനകത്ത് വർഗീയമായ ഒരു വിഭജനത്തിന് കളമൊരുക്കാൻ ഇടതു മുന്നണിക്ക് അവസരം ഒരുക്കി കൊടുക്കില്ല. അതിന് എത്രയൊക്കെ തന്നെ ശ്രമിച്ചാലും CPM നേതാക്കന്മാരും സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരൊക്കെ എത്രയൊക്കെ തന്നെ തുടർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും കേരളത്തിന്റെ പൊതുബോധം അത് വർഗീയതയ്ക്കെതിരായ ഒരു വിധിയെഴുത്ത് നടത്തും. കേരളീയ ജനസമൂഹം അത് എല്ലാ കാലഘട്ടത്തിലും വർഗീയതയ്ക്കെതിരായ സമീപനം എടുത്തിട്ടുള്ള ഒരു ജനതയാണ്. ആ ജനത ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളെ തള്ളിക്കളയും, വർഗീയവാദികളെ ഒറ്റപ്പെടുത്തും എന്നുള്ളതാണ്. തന്നെ യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച ഫണ്ട് ഇന്ന് KPC അധ്യക്ഷന് കൈമാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഇതിനോടകം യൂത്ത് കോൺഗ്രസ് നേരിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണോ അത്? അല്ല, ആ വിമർശനങ്ങളൊന്നും തന്നെ തുടക്കം മുതലേ ഞങ്ങൾ പറയാറുണ്ട്. ആ വിമർശനങ്ങൾ ഒരു വിമർശനം ഉന്നയിക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രൊഫൈലിൽ നിന്നും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ചില മാധ്യമങ്ങളും അതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഭവനങ്ങൾ എവിടെയെന്ന് നിരന്തരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ ഒന്നും തന്നെ സർക്കാരിന്റെ ഭവനങ്ങൾ എവിടെ, സർക്കാരിന്റെ ഭവനങ്ങളുടെ പണി പൂർത്തിയാകാൻ എന്തുകൊണ്ട് ഇത്ര സമയം വൈകി, സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ മുഴുവനായും കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ, ഇപ്പോഴും പിന്നെ അവിടെ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ആ പ്രളയവുമായി ബന്ധപ്പെട്ടൊരു സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി 770 കോടി രൂപയാണ് കേരളത്തിന്റെ പൊതുഖജനാവിലുള്ളത്. ആ പണം ഉപയോഗിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് എത്രയോ നേരത്തെ സർക്കാരിന് സഹായം എത്തിക്കാമായിരുന്നു. അതിലെല്ലാം തന്നെ സർക്കാരുണ്ടായിട്ടുള്ള പോരായ്മകളും വീഴ്ചകളും മറച്ചു പിടിക്കുന്നതിന് വേണ്ടി സർക്കാരിന് അനുകൂലമായ രീതിയിൽ കുറച്ച് ചാനലുകളും കുറേയേറെ ഇടതുപക്ഷ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെയാണ് യൂത്ത് കോൺഗ്രസിനെ നിരന്തരമായി വിമർശിക്കുകയും അപഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ അവിടെ പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്തിയതിന്റെ ഭാഗമായി കിട്ടിയ 1,05,00,000 രൂപ അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക്, INC ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇന്ന് കൈമാറ്റം ചെയ്തു. അതിന്റെ ചെക്കാണ് ഇവിടെ വേദിയിൽ വെച്ച് KPCC പ്രസിഡന്റിന് കൈമാറിയത്, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെ കൈമാറിയത്. അത് പിന്നെ ആദ്യഘട്ടത്തിലെ പണമാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സമാഹരണം നടത്തി വീണ്ടും പാർട്ടി ഏൽപ്പിക്കും. വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രഖ്യാപിച്ച ഭവന പദ്ധതിയിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറകിലിട്ട് പോകില്ല. അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ചരിത്ര വിജയം നേടുമെന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. അപ്പോൾ ആ ഒരു ചരിത്ര വിജയം നേടുമ്പോൾ അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഭാവന എന്താകും? ചരിത്ര വിജയം എന്നുള്ളതല്ല, പുതിയ ചരിത്രം എഴുതുന്ന ഒരു വിജയം നേടുമെന്നുള്ളതാണ്. 2001 ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടായിട്ടുള്ളത്. അതിനെ കടത്തുവെട്ടുന്ന ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. അതിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കോട്ടകളെല്ലാം പിടിച്ചെടുത്തതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ആ വിജയത്തിലും വലിയ പങ്ക് വഹിക്കും. അതിൽ വിജയികളായിട്ടും ഉണ്ടാകും. അതിന്റെ ഭാഗമായ പോരാട്ടത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായിട്ടും ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. തീർച്ചയായും നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്ന് പറയുമ്പോൾ തന്നെ തികച്ചും ഒരു മാതൃകയാണ് അല്ലെ. ആരെയും മാറ്റി നിർത്താതെ എല്ലാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു സ്വീകരണമായി തന്നെയാണ് ഈ പരിപാടി നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇത്തരം ഒരു വിജയാഘോഷം നടത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഒരു 2-3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഊർജം പകരുന്ന ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് വളരെയധികം ഊർജം പകരുന്ന രീതിയിലുള്ള വളരെയധികം സ്ട്രോങ് ആയി തന്നെ മുന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു മാർഗദശ കൂടിയാണ് പാർട്ടി ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത്. അപ്പൊ അത്രയും ആവേശത്തോടു കൂടിയാണ് ഇന്നിവിടുത്തെ എല്ലാ പ്രവർത്തകരും തിരിച്ച് അവരവരുടെ നാടുകളിലേക്ക് പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആവേശവും ഊർജവും നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലും എന്തായാലും കാണാൻ സാധിക്കും. രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം എത്രത്തോളം ആവേശം വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടിയ ഒരു മുന്നൊരുക്കമാണല്ലോ ഇത്, അതിനെ അങ്ങനെ കാണുന്നു? തീർച്ചയായും രാഹുൽജി നമുക്ക് വേണ്ടി വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചു പോവുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും ആവേശം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള വിജയാഘോഷം നടത്താൻ പറ്റിയതും പാർട്ടിക്ക് വളരെ വലിയൊരു വിജയം തന്നെയാണ്. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ വിജയമായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് വരാനായിട്ട് പോകുന്നത്. നമുക്ക് കിട്ടുന്നത് നേരത്തെ നേതാക്കൾ പറഞ്ഞ പോലെ 110 സീറ്റോട് കൂടിയായിരിക്കും ഇവിടെ ഭരണത്തിൽ വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മുന്നൊരുക്കമാണിത്. അപ്പൊ ഇനിയും രാഹുൽജിക്ക് നമ്മളോടൊപ്പം വന്ന് നമുക്ക് ഇതേപോലെ വിജയാഘോഷം നടത്താൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇവിടുന്ന് പോയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM-ന്റെ ഒരു വാർഡ് പിടിച്ചെടുത്തുകൊണ്ടാണ് വൈഷ്ണ ആദ്യ വിജയം നേടിയത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയതിനെ അതെങ്ങനെ കാണുന്നു? വളരെ സന്തോഷം. കാരണം ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞതാണ്. കാരണം നമ്മുടെ അവിടെയുള്ള ജനങ്ങള് ഒരു മാറ്റം ആഗ്രഹിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായി സാധിച്ചത്. വരുന്ന നിയമസഭയിൽ നമുക്ക് എന്തായാലും ഇതേപോലുള്ള റിസൾട്ട് തന്നെ കാണാൻ സാധിക്കും. ഇന്ന് ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശ്രേണിയിൽ
ഏറ്റവും മുന്നിലുള്ള ശബരിമലയിലെ പല അടവുകൾ പയച്ചു നോക്കി ഒരു തരത്തിലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പിണറായി വിജയൻ 2 തവണ ഭരിച്ചിട്ടും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കയറിക്കൂടാൻ സാധിച്ചില്ല എന്ന് സ്വയം മനസ്സിലാക്കിയുള്ള നാളുകളാണ് ഇപ്പൊ മുട്ടുമടക്കി പിണറായി വിജയൻ മുട്ടുമടക്കിയുള്ള നാളുകൾ കുറച്ചായി. അത് ഈ പറയുന്ന അഴിമതി കൊണ്ടും ജനദ്രോഹങ്ങൾ കൊണ്ടും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു ഭരണം ജനം മടുത്തു. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല LDF എന്ന് പറയുന്ന ആ ഭരണകൂടത്തെ ജനം പുറങ്കാലിൽ ചവിട്ടി പുറത്താക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമസ്വരാജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിച്ചാണ് നമ്മൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിനോടൊപ്പം ജനങ്ങളെ കബളിപ്പിച്ച് ഏറ്റവും അങ്ങേയറ്റം ജനങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പോലും കബളിപ്പിച്ചുകൊണ്ട് ആ അമ്പലത്തിലെ സ്വർണം പറ്റുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദൈവത്തെ പോലും വഞ്ചിച്ചുകൊണ്ട് ഈ നാടിനെ ഒരു ദുർമാതൃക കാണിച്ച ഒരു സർക്കാരാണ്. ഇതിലും വലിയൊരു ഉദാഹരണം ജനങ്ങൾക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ ജനം എല്ലാ കാര്യങ്ങൾ കൊണ്ടും മടുത്തു കഴിഞ്ഞു. ദൈവവിശ്വാസമില്ലെങ്കിലും ദൈവത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ റെസ്പെക്ട് ചെയ്യേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ കടമയാണ്. ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോ അവിടെയെല്ലാം ഒരു അംശം നീതി കാണിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിക്കാത്തതിന്റെ ചുള്ളിയായിട്ട് തന്നെയായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തില് തൊഴിലാളി വർഗം ഇതിന്റെ അപ്പോസ്റ്റലെന്നും പറഞ്ഞ അധികാരത്തിക്കാണ് കിടക്കുന്നത്. കംപ്ലീറ്റ് തൊഴിലാളികളെ പിന്നെ എല്ലാ ക്ഷേമനിധികളും അത് ചുമട്ടുതൊഴിലാളി ക്ഷേമതയാണെങ്കിലും നിർമ്മാണ തൊഴിലാളി ക്ഷേമതയാണെങ്കിലും ഓട്ടോ തൊഴിലാളികളാണെങ്കിലും എല്ലാ ക്ഷേമതകളും നശിപ്പിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ കുടുംബവും മാത്രമല്ല ഒരു ഗവൺമെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. തുടർ ഭരണം കിട്ടിയപ്പോൾ അഹങ്കാരമായിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശബരിമലയുടെ കാര്യത്തിൽ അറിയാം, എല്ലാ സഖാക്കളും അതിന്റെ പുറത്തിരിക്കുകയാണ്. അത് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെയൊക്കെ ഇതിനകത്ത് ചേർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് തൊഴിലാളി വർഗം ശരിക്കും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉദ്ധരിക്കുന്നത്. അടുത്ത അസംബ്ലിയിൽ CIT-കാർ കൂടെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഞാനൊരു ചുവട്ടുതൊഴിലാളി ഇതിന്റെ ബോർഡ് മെമ്പറാണ്. ചുവട്ടുതൊഴിലാളി ഒരു കോടി ഇപ്പൊ 100 കോടി രൂപ എടുത്തിട്ടാണ് അത് എല്ലാ ക്ഷേമവും വെച്ചിരിക്കുകയാണ്. 100 കോടി എടുത്തിട്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ക്ഷേമങ്ങളും നശിപ്പിച്ചിരിക്കുകയാണ്. തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാനില്ല. 18 മാസത്തെ പെൻഷൻ നിർമ്മാണ തൊഴിലാളിക്ക് കൊടുക്കാനുണ്ട്. ഇപ്പൊ അങ്ങനെ എല്ലാ ക്ഷേമങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാക്കൾ മുഴുവൻ കട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളിലെ അധികാരത്തിൽ കയറി അവർ കട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലുതാണ് മഹാക്ഷേത്രമായ ശബരിമലയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങള് എല്ലാ നമ്മുടെ നേരപ്പെടുത്തി എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വിച്ചിടുന്ന ഇലക്ട്രിസിറ്റിയാണ്, അതിന് കറണ്ടിന് കാശ് കൂടി. മുഖത്തൊന്ന് വെള്ളം ഒഴിക്കാൻ വെള്ളത്തിന് കൂട്ടിയിരിക്കുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പെട്രോളിന് വില കൂട്ടിയിരിക്കുന്നു. 3, 4, 5 പ്രാവശ്യമൊക്കെ പിന്നെ യാത്ര ചെലവ് കൂടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ സമഗ്രതകളും നിത്യോപ സാധനങ്ങൾക്ക് ഒരു CPI-യുടെ മന്ത്രിമാരുണ്ട്. സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്ന അവരായിരുന്നു. പക്ഷെ പണ്ടത്തെ CPI-യുടെ മന്ത്രിമാരൊക്കെ വളരെ നല്ലവരായിരുന്നു. ഇപ്പൊ ഒരു അനിരത്ത് സിവിൽ സപ്ലൈസിന്റെ ആകെ പരാജയമാണ്. വിലവർദ്ധനവ് പിടിച്ചു നിർത്തണമെങ്കിൽ സിവിൽ സപ്ലൈസ് പിടിച്ചു നിർത്തണം. പക്ഷെ സിവിൽ സപ്ലൈസിന് മന്ത്രി ഒന്നും തന്നെ അറിയില്ല. അപ്പൊ ആ സാഹചര്യത്തില് ജനങ്ങള് വിലവർദ്ധന കൊണ്ട് പുറത്തുകൊണ്ടിരിക്കുന്നു, ടാക്സ് വർദ്ധന കൊണ്ടിരിക്കുന്നു. പുറത്തിറക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും സഹകരിക്കുന്നു. മനുഷ്യന് മാത്രം യാതൊരു വിലയില്ലാത്തൊരു സാഹചര്യമായിരിക്കുന്നു. പിണറായി വിജയൻ പോയാലെ മാത്രമേ ശരിയാവുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ കാത്തിരിക്കുന്നത് 26 നടക്കുന്ന ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുമ്പോൾ വോട്ട് ചെയ്യും. നിഷ്പക്ഷമായ ആൾക്കാർ മുഴുവൻ വോട്ട് ചെയ്യും. നിങ്ങൾ പിന്നെ പോകുമ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അറിയാം. ഏറ്റവും കൂടുതൽ തൊഴിലാളി വർഗമാണ്. തൊഴിലാളി വർഗം ഈ ഗവൺമെന്റിന് പിന്നെ ചാൻസ് കിട്ടിയത് കൊണ്ട് അത് ഉപയോഗിച്ച് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചാൻസ് കൊണ്ടിരിക്കുകയാണ്. പിന്നെ നരേന്ദ്രമോദി സർക്കാരും ഇവർ രണ്ടുപേരും ചേട്ടനിയന്മാരാണ്. പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരായിട്ട് യാതൊരു കാര്യം പറ്റൂല. കാരണം എന്താണ്, അവർ ബായിയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ED അയാളുടെ വീട്ടിൽ കയറും. പല കാര്യങ്ങളും 38ാമത്തെ പ്രാവശ്യമാണ് ലാവലിൻ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ED-നെ കൊണ്ട് വേട്ടയാടിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന്റെ 10 വർഷത്തെ ഇരങ്ങള് കോവിഡ് കൊണ്ടും കിറ്റ് കൊണ്ടും ജയിച്ച് തുടർഭരണം കിട്ടിയെങ്കിൽ ഇത് ജനങ്ങൾ പുറത്താക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്.